വൈദികർക്കെതിരെയുള്ള ആക്രമണത്തിൽ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂനപക്ഷങ്ങളെ ധ്രുവീകരിക്കാൻ ലക്ഷ്യമിട്ട് സംഘപരിവാർ പിന്തുടരുന്ന ആശങ്കാജനകമായ ഒരു രീതിയാണിതെന്നും ഇത്തരം നടപടികൾ ഭരണഘടനാ സ്വാതന്ത്ര്യങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സിൽ കുറിച്ചു. വിവരങ്ങളുമായി സുലേഖ ചേരുന്നു. സുലേഖ, ഏതായാലും RS പുരയിൽ അടക്കം ജമ്മുകാശ്മീരിലടക്കം വൈദികർക്ക് നേരെ വലിയ ആക്രമണങ്ങൾ RSS അഴിച്ചുവിടുന്നത് അതിനു മുമ്പാണ് കർണാടകത്തിൽ ബുൾഡോസർ രാജ് പ്രയോഗിച്ചതിൽ അടക്കമുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നത്. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അതിനെതിരെ ആദ്യം വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി എക്സിൽ കുറിച്ച മറ്റു കാര്യങ്ങൾ? ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിലാണ് CSI സഭ നാഗ്പൂർ മിഷനിലെ ഫാദർ സുധീർ, അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ജാസ്മിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ക്രിസ്മസ് പ്രാർത്ഥന യോഗത്തിനിടെ നാഗ്പൂർ ഷിങ്കോഡയിലായിരുന്നു ഈ പോലീസിന്റെ നടപടി എന്ന് പറയുന്നത്. ഈ പ്രവൃത്തി അത് ഈ വൈദികരെതിരെയും കുടുംബത്തെയും സഹായികളെയും അറസ്റ്റ് ചെയ്യുന്ന നടപടിക്കെതിരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള സംഘപരിവാർ നീക്കങ്ങളുടെ ഭാഗമാണ് ഈ സംഭവം എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിനൊപ്പം തന്നെ നേരത്തെ തന്നെ നമ്മൾ ജബൽപൂരിലും സമാന സംഭവങ്ങൾ കണ്ടതാണ്. ഭരണഘടനാപരമായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഇത്തരം കടന്നുകയറ്റങ്ങൾ ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്നതാണ് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. എക്സിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നേരത്തെ തന്നെ നമ്മൾ ഇത്തരത്തിൽ പലയിടങ്ങളിൽ രാജ്യത്തിന്റെ പലയിടങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ RSSന്റെ ഭാഗത്തു നിന്നുള്ള അക്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനെതിരെ ആദ്യമായി ശക്തമായ രീതിയിൽ തന്നെ പ്രതികരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രതിഷേധം അറിയിച്ചത് കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ കാണേണ്ടത്. എന്തായാലും ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റങ്ങൾ അത് എതിർക്കണം എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. ശരി, സുലേഖ ശശികുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.